ഇന്ന് പോകുന്നത് ഈ യാത്ര മാടായിക്കാവിലേക്കാണ്. ഒരു പ്രസിദ്ധമായ കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രം ശ്രീ മാടായി തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രം. കണ്ണൂരിൽ നിന്നും പഴയങ്ങാടി വഴിയുള്ള പയ്യന്നൂർ റൂട്ടിലുള്ള എരിപുരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഭദ്രകാളി ക്ഷേത്രം കൊടുങ്ങല്ലൂരും രണ്ടാമത്തെ ഭദ്രകാളി ക്ഷേത്രം മാടായിലുമാണെന്നാണ് പുരാവൃത്തം. മനോഹരമായ മാടായി പാറയിലൂടെയാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. മനോഹരമായ മാടായിക്കാവിൻ്റെ ഓരോ ദൃശ്യങ്ങളും കണ്ട് അടുത്തായി പോകുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ സരസ്വതി ക്ഷേത്രത്തിലേക്കാണ്. ശ്രീ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം. പരശുരാമനാണ് പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യം. നമ്മുടെ ജീവിതത്തിലെ ഓരോ പോസിറ്റീവ് എനർജികൾക്കും കാരണം ഓരോ യാത്രകളാണ്. അത് മനോഹരമായ യാത്രയിലൂടെ തുടരണം. നല്ല ചൂടാണ്. തണുത്തതും കുടിച്ച് യാത്ര തുടരുന്നു. ഇനി പോകുന്നത് വയലപ്ര ഫ്ലോട്ടിംഗ് പാർക്കിലേക്കാണ്. കായലുകളും കണ്ടൽക്കാടുകളും നിറഞ്ഞ പാർക്കാണിത്. പെട്ടെന്ന് നമ്മളെ ആകർഷിക്കുന്ന ഒന്നാണ് ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും. അതും കഴിച്ച് വയലപ്രയുടെ ഭംഗി ആസ്വദിക്കുകയാണ്. വയലപ്ര പാർക്കിൽ ഒരുപാട് കാണാനുണ്ട്. കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. പെഡൽ ബോട്ടുകൾ, കയാക്കിംഗ് അല്ലെങ്കിൽ റാഫ്റ്റിംഗ് എന്നിവ തിരഞ്ഞെടുക്കാം. കായലിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇതിൽ കയറിയേ മതിയാവും. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സന്തോഷങ്ങൾ. ഈ സന്തോഷങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിനൊരു നിമിഷമെങ്കിലും പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടെങ്കിൽ ആ യാത്ര എത്ര മനോഹരമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് മാത്രമേ നേടിയെടുക്കാൻ കഴിയൂ. അത് മറ്റാർക്കും കഴിയില്ല. അതിന് നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങണം. അങ്ങനെ വയലപ്രയുടെ ദൃശ്യങ്ങളും ആസ്വദിച്ച് അവിടെ നിന്ന് മടങ്ങുകയാണ്. ഇനി പോകുന്നത് വീട്ടിലേക്ക് കുറച്ച് ചെടികളും വാങ്ങാനായി നഴ്സറിയിൽ നിർത്തി. കാണുമ്പോൾ ഏതാണ് വാങ്ങേണ്ടതെന്ന് തോന്നും. മനോഹരമായ കളറുകളല്ലേ കാണുന്നത്. എന്നാലും അതിൽ കുറച്ച് വാങ്ങി വീട്ടിലേക്ക് യാത്ര തുടരുന്നു. നമുക്കിഷ്ടപ്പെടുന്നത് നമുക്ക് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക സുഖമാണ്. അങ്ങനെ പൂക്കളൊക്കെ കാറിൽ നിന്നെടുത്ത് വെച്ചു. അധികം മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മുറ്റത്ത് ഭയങ്കര വെയിലാണ്. ചിലപ്പോഴൊക്കെ ഞാൻ കരുതാറുണ്ട് പൂക്കളുടെ ഭംഗി കൂടുന്നത് പ്രഭാതത്തിലാണെന്ന്. ഇതിലൂടെ നടന്നു പോകുമ്പോൾ എന്തോ ഒരു സുഖമാണ്. താങ്ക് യു.